നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിതത്തെ ഇത്ര നിസ്സാരമായിട്ട് സമീപിക്കുന്ന രീതി എനിക്കിഷ്ടമല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ വിവാഹം നടത്തുന്ന കാര്യത്തിന് വേണ്ടി ഒരു ചർച്ചയും വേണ്ട. ഓരോ പെൺകുട്ടികളുടെ ആലോചന വരുമ്പോ അതൊക്കെ തട്ടിക്കളയുന്നത് അവരൊക്കെ ചെറുപ്പമാണ്, അവർക്ക് എന്തിനാ ഈ രണ്ടാം കെട്ടുകാരൻ എന്നൊക്കെ ചോദിച്ചിട്ടാ. ചിലപ്പോ ഈ കാര്യത്തിലും ഒരു കാര്യം ചെയ്യാം, എന്റേതും രണ്ടാം വിവാഹമാണെന്ന് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ പ്രശ്നം തീരുമല്ലോ. എങ്കിൽ ഇപ്പോഴാ ഒരു കാര്യം ഉറപ്പായത്, മോളെ ഇത് നടക്കും. മോളെ ദൈവം അവന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നതാ. അല്ല, നിന്റെ അപ്പൂപ്പൻ ആരോ ഗസ്റ്റ് ഉണ്ടല്ലോ. അവിടെ എപ്പോഴും തിരക്കില്ല. ആ മിടുക്കി കുട്ടി. ആ എടാ, ഇവരൊക്കെ വന്നിട്ട് കുറച്ചു നേരമായി. നിന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ആരാ ഇവരൊക്കെ? ആ ഈ കുട്ടിയുടെ പേര് ദിവ്യ അല്ലേ മോളെ? ആ ഇത് ദിവ്യയുടെ അച്ഛനും അമ്മയും. ആ നിങ്ങൾ ഇരിക്കെ. ആ എടാ, ഈ മാട്രിമോണിയിൽ നിന്നും നിന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കണ്ട് ഇഷ്ടപ്പെട്ടു വന്നതാ. അല്ല, ഇവര് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. ഞാനിവരെ വിളിച്ചപ്പോ ഇവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എന്നാ പിന്നെ ഇങ്ങോട്ടൊന്ന് കേറാനും പറഞ്ഞു. ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല. മാട്രിമോണി ഓഫീസിലേക്ക് അമ്മാവൻ പോവുകയും അവിടെ ചില കുസൃതികളൊക്കെ ഒപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ വീട്ടിനകത്ത് ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സോറി. പക്ഷേ ഹരി എനിക്കിഷ്ടായി. ആ കല്യാണ കുട്ടി ഇവിടെ ഒന്ന് വന്നേ. അച്ഛനൊരാളോട് ഇഷ്ടം തോന്നണമെങ്കിലേ ആദ്യം അയാള് മോക്ക് ഇഷ്ടപ്പെടണം അല്ലേ? ദേ മോൾ അങ്ങോട്ട് നോക്കിയേ, ഇതാരാന്നറിയോ? മോളുടെ അമ്മയാ. ആ എന്താ പേര്? എന്റെ പേര് ദിവ്യ. കല്യാണം കഴിഞ്ഞ എന്റെ അച്ഛനെ നല്ലോണം നോക്കൂ. നോക്കാലോ. കല്യാണി ഇങ്ങോട്ട് വന്നേ. അച്ഛാ ഇന്ന് വന്നേ. നല്ല പെണ്ണാ. നിങ്ങൾ എല്ലാരും കൂടി എന്തായി കാണിക്കുന്നത്? ഇതെന്താ കുട്ടികളിയാണോ? ജീവിതത്തെ ഇത്ര നിസ്സാരമായിട്ട് സമീപിക്കുന്ന രീതി എനിക്കിഷ്ടമല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ വിവാഹം നടത്തുന്ന കാര്യത്തിന് വേണ്ടി ഒരു ചർച്ചയും വേണ്ട. എടാ എടാ മോനെ, അമ്മാവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ പറ്റുക? അതെ, അവനെ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് സമ്മതിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ. ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് നിങ്ങളെ വിവരം അറിയിക്കാം. അത്
അതിനെ ക്ഷമിക്കാൻ പറ്റുമോ? എന്താ മോളെ? ക്ഷമിക്കാം അങ്കിൾ. ആ, എനിക്ക് ഹരിയെ ഒത്തിരി ഇഷ്ടമായി. ഉം. സോ നല്ലൊരു കാര്യത്തിനല്ലേ, കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ആവാം. ദൈവമേ, ഇതൊന്ന് നടന്നു കണ്ടാ മതി. എന്തമ്മേ? മോളെ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും കാരണം അമ്മ എടുത്ത തീരുമാനങ്ങളാണ്. ഒരു കണക്കിന് അമ്മയുടെ നിർബന്ധങ്ങളാ. ഞാൻ എന്തെങ്കിലും അമ്മാവനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? എന്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും നീ പറയില്ല. എന്നാലും എന്റെ മനസ്സിൽ നീയല്ലേ ഉണ്ടാവും. അമ്മേ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു. അത് നമ്മളിൽ ഒരാളുടെ വിധിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. എല്ലാവർക്കും ചേർത്ത് ദൈവം തീരുമാനിച്ചതാ. അതിന് പരസ്പരം പരാതിപ്പെടുകയോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മളിപ്പോ എല്ലാം നേരിടാൻ തീരുമാനിച്ചില്ലേ? ശരിയാണ്. പക്ഷെ നിന്റെ ജീവിതം പാഴായി പോവല്ലേ? കാർത്തിക്കിനെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, വേറൊരാളെ. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ഭാവിയാണ് പ്രശ്നം. മറ്റൊന്നും തൽക്കാലം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കുറച്ചു കാലം കഴിയുമ്പോഴേ മോളങ്ങ് വലുതാവും. പഠിക്കാനോ ജോലി കിട്ടിയോ അവിടെ ദൂരേക്ക് എങ്ങാനും പോവും. അപ്പൊ നീ തനിച്ചാവില്ലേ? അതെങ്ങനെ ഞാൻ തനിച്ചാവുന്നത്? അമ്മാവനല്ലേ എന്റെ കൂടെ? ഞാൻ ഇന്ന് നിന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന സങ്കടവും കൂടെ ഉണ്ടാവും. പക്ഷെ ആദ്യമോൻ എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോ ഞാനൊരു അമ്മയുടെ സുഖം അനുഭവിക്കുന്നുണ്ട്. അവന്റെ വളർച്ചയും കുസൃതിയും കാണുമ്പോ എനിക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. ഇതൊന്നും അറിയാത്തൊരാളെ ഇടയിൽ വന്ന് കയറിയ അയാൾ ആദ്യം നോക്കുന്ന എന്താ ഒരു ഉറപ്പ്? എടാ, ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു തരം കൂട്ടിക്കെട്ട. വരുന്നയാള് നിന്നോടൊപ്പം പൊരുത്തപ്പെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ല മാവ, എന്റെ ജീവിതത്തിലേക്ക് പുറത്തുനിന്ന് ഒരാൾ കയറി വന്ന ആദ്യം കുറച്ചു ദിവസം എല്ലാത്തിലോടും പൊരുത്തപ്പെടുന്നു എന്ന് അയാൾ അഭിനയിക്കും. എന്നിട്ട് കുറച്ചു നാൾ കഴിയുമ്പോ മോളോടങ്ങ് മോശമായിട്ട് പെരുമാറാനും തുടങ്ങും. മോളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളോട് പിന്നെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.